പ്രഭാതത്തിന്റെ സുവർണകിരണങ്ങൾ കൃഷ്ണപുരം എന്ന ആ കൊച്ചു ഗ്രാമത്തെ തഴുകിയുണർത്തി. കോടമഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾക്കു മീതെ വെള്ളിമേഘങ്ങൾ ഒഴുകി നടന്നു. കിളികളുടെ ചിലക്കലുകൾക്കൊപ്പം ദൂരെ അമ്പലത്തിൽ നിന്നുള്ള പ്രഭാത കീർത്തനങ്ങളും ആ ഗ്രാമത്തിന്റെ അന്തരീക്ഷത്തിൽ ഭക്തിയുടെയും ശാന്തിയുടെയും ഒരു അലമാല സൃഷ്ടിച്ചു. ഗ്രാമവാസികൾ തങ്ങളുടെ ദിനചര്യകളിലേക്ക് കടക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഗ്രാമത്തിലെ ഏറ്റവും വിശാലമായ കൃഷിയിടത്തിന് നടുവിൽ ചെളിപുരണ്ട കൈകളോടെ ഹരീഷ് നിന്നിരുന്നു. 28-കാരനായ ഹരീഷ് ആ ഗ്രാമത്തിലെ വെറും ഒരു കർഷകനായിരുന്നില്ല. നഗരത്തിലെ പ്രശസ്തമായ കാർഷിക സർവകലാശാലയിൽ നിന്ന് സ്വർണ്ണ മെഡലോടെ ബിരുദാനന്തര ബിരുദം നേടിയവൻ. ലക്ഷങ്ങളുടെ ശമ്പളവുമായി കോർപ്പറേറ്റ് കമ്പനികൾ അവനെ തേടി വന്നിട്ടും എയർ കണ്ടീഷൻ ചെയ്ത മുറികളിൽ ഇരുന്ന് ജീവിതം ഹോമിക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. തന്റെ അച്ഛന്റെ സ്വപ്നങ്ങൾ ഉറങ്ങുന്ന വിയർപ്പ് വീണ ഈ മണ്ണാണ് അവന് സ്വർഗം. കടബാധ്യതകൾ മൂലം അച്ഛൻ ആത്മഹത്യ ചെയ്തപ്പോൾ ഹരീഷ് ഒരു പ്രതിജ്ഞ എടുത്തിരുന്നു. നഷ്ടപ്പെട്ട തങ്ങളുടെ തറവാടും കൃഷിഭൂമിയും താൻ തിരികെ പിടിക്കുമെന്ന്. രാപ്പകലില്ലാത്ത അവന്റെ അധ്വാനം വെറുതെയായില്ല. ആ മണ്ണ് അവന് പൊന്നു വിളയിച്ചു നൽകി. പണയത്തിലായിരുന്ന ആധാരങ്ങൾ അവൻ തിരികെ വാങ്ങി. അവന്റെ പഴയ ട്രാക്ടറിന്റെ ശബ്ദം ഗ്രാമത്തിന്റെ നിശബ്ദതയെ ഭേദിച്ചു. വിയർപ്പിൽ കുളിച്ച ശരീരവും ആഴമുള്ള കണ്ണുകളും അവനെ ഒരു വല്ലാത്ത തേജസ് നൽകിയിരുന്നു. പെട്ടെന്നാണ് ആ ഗ്രാമവഴിയിലൂടെ വലിയൊരു പൊടിപടലം പറത്തിക്കൊണ്ട് ഒരു ആഡംബര കാർ കടന്നു വന്നത്. തിളങ്ങുന്ന കറുത്ത നിറത്തിലുള്ള ആ SUV കണ്ട് പാടവരമ്പത്തു നിന്നവരെല്ലാം അത്ഭുതത്തോടെ നോക്കി നിന്നു. അത്തരമൊരു വാഹനം കൃഷ്ണപുരത്തിന്റെ മണ്ണിൽ ആദ്യമായാണ് പതിയുന്നത്. വണ്ടി കൃത്യം ഹരീഷിന്റെ പാടത്തിന് സമീപം വന്നു നിന്നു. കാറിന്റെ പിൻവാതിൽ തുറന്ന് പുറത്തിറങ്ങിയത് ഒരു യുവതിയായിരുന്നു. കാഴ്ചയിൽ തന്നെ ഒരു വൻകിട കോർപ്പറേറ്റ് കമ്പനിയുടെ CEO ആണെന്ന് തോന്നിപ്പിക്കുന്ന പ്രൗഢി. വില കൂടിയ ഡിസൈൻ വസ്ത്രങ്ങൾ, മുഖത്ത് വലിയൊരു കറുത്ത കണ്ണട. നിത്യവർമ്മ, രാജ്യത്തെ തന്നെ അറിയപ്പെടുന്ന കോടീശ്വരിയായ നിത്യവർമ്മ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ അവകാശി. എന്നാൽ അവളുടെ ഈ പ്രൗഢിക്കും ഗാംഭീര്യത്തിനും പിന്നിൽ വല്ലാത്തൊരു ഭയവും നിസ്സഹായതയും ഒളിഞ്ഞിരിപ്പുണ്ടായിരുന്നുവെന്ന് ആരും അറിഞ്ഞിരുന്നില്ല. ഹരീഷ് ട്രാക്ടർ നിർത്തി പുറത്തേക്കിറങ്ങി. തന്റെ തോളിൽ കിടന്ന തോർത്തുമുണ്ടുകൊണ്ട് മുഖത്തെ വിയർപ്പ് തുടച്ചു. വഴി തെറ്റിയതാണോ മാഡം? വളരെ ശാന്തമായിരുന്നു അവന്റെ ചോദ്യം. നിത്യ തന്റെ കണ്ണട ഊരിമാറ്റി അവനെ നോക്കി. ആ നോട്ടത്തിൽ യാചനയുണ്ടായിരുന്നു. അല്ല, എനിക്ക് വഴി തെറ്റിയിട്ടില്ല ഹരീഷ്. ഞാൻ നിന്നെ തന്നെ തേടി വന്നതാണ്. അവളുടെ ശബ്ദത്തിൽ ഒരു ബിസിനസ് ഡീലിന്റെ കാർക്കശ്യമുണ്ടായിരുന്നെങ്കിലും അതിലെ വിറയൽ അവന് വ്യക്തമായി കേൾക്കാമായിരുന്നു. ഹരീഷ് അവളെ അടുത്തുള്ള വലിയൊരു ആൽമരത്തിന്റെ തണലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ ആ ഗ്രാമത്തിന്റെ തണുത്ത കാറ്റിലിരുന്ന് നിത്യ തന്റെ കഥ പറഞ്ഞു തുടങ്ങി. സമ്പത്തിന്റെ കൊടുമുടിയിലാണെങ്കിലും അവൾ തികച്ചും ഏകാഗിയായിരുന്നു. അവളുടെ ഏക ആശ്രയമായിരുന്ന മുത്തച്ഛൻ അടുത്തിടെയാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന്റെ വിൽപത്രത്തിൽ വളരെ വിചിത്രമായ ഒരു വ്യവസ്ഥയുണ്ടായിരുന്നു. നിത്യ വിവാഹിതയായാൽ മാത്രമേ കമ്പനിയുടെയും സ്വത്തുക്കളുടെയും പൂർണ്ണ അവകാശം അവൾക്ക് ലഭിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം ആ സ്വത്തുക്കൾ മുഴുവൻ അവളുടെ ക്രൂരനും അത്യാഗ്രഹിയുമായ ബന്ധു വിക്രമിന് ലഭിക്കും. വിക്രം അവളെ നശിപ്പിക്കാൻ കാത്തിരിക്കുകയാണ്. ഹരീഷ്, എനിക്ക് നഗരത്തിലുള്ള ആരെയും വിശ്വാസമില്ല. അവർക്ക് വേണ്ടത് എന്റെ പണമാണ്. നീ പണത്തിന് പിന്നാലെ പോകുന്നവനല്ലെന്ന് നിന്റെ പ്രൊഫൈലിൽ നിന്ന് ഞാൻ മനസ്സിലാക്കി. നീ എന്റെ ഭർത്താവാകണം, വെറും 6 മാസത്തേക്ക്, ഒരു കരാർ പോലെ. അതിന് പ്രതിഫലമായി ഞാൻ നിനക്ക് 10 കോടി രൂപ തരാം. നിത്യ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ഒരു നിമിഷം ഹരീഷ് സ്തംഭിച്ചുപോയി. പിന്നീട് അവന്റെ ചുണ്ടിൽ പുച്ഛം നിറഞ്ഞൊരു ചിരി വന്നു. മാഡം, നിങ്ങളൊരു ഭർത്താവിനെയല്ല, ഒരു അടിമയെയാണ് അന്വേഷിക്കുന്നത്. പാവപ്പെട്ട കർഷകന്റെ മുഖത്തേക്ക് 10 കോടി രൂപ വലിച്ചെറിഞ്ഞാൽ അവൻ വാലാട്ടി നിങ്ങളുടെ പിന്നാലെ വരുമെന്ന് കരുതിയോ? ഞങ്ങൾ മണ്ണിൽ വിയർപ്പൊഴുക്കുന്നത് അന്തസ്സോടെ ജീവിക്കാനാണ്, ആരുടെയെങ്കിലും മുന്നിൽ നാടകം കളിക്കാനല്ല. പണം കൊണ്ട് നിങ്ങൾക്ക് എല്ലാം വാങ്ങാൻ കഴിഞ്ഞേക്കാം, പക്ഷേ എന്നെ അതിന് കിട്ടില്ല. നിത്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ കോർപ്പറേറ്റ് മുഖം മൂടി അഴിഞ്ഞു വീണു. ഹരീഷ്, എനിക്ക് വേണ്ടത് ഒരു ഭർത്താവിനെയല്ല, ഒരു കാവലാളാണ്. വിക്രം എന്നെ വേട്ടയാടുകയാണ്. എന്റെ മുത്തച്ഛന്റെ സ്വപ്നമായ ആ കമ്പനി എനിക്ക് സംരക്ഷിക്കണം. ദയവായി എന്നെ സഹായിക്കൂ. അവളുടെ കണ്ണുകളിലെ ആ നിസ്സഹായത ഹരീഷിനെ വല്ലാതെ സ്പർശിച്ചു. സ്വന്തം അച്ഛന്റെ സ്വപ്നങ്ങൾ സംരക്ഷിക്കാൻ താൻ നടത്തിയ പോരാട്ടങ്ങൾ അവന് ഓർമ്മ വന്നു. ഒടുവിൽ അവൻ സമ്മതിച്ചു. ശരി, ഞാൻ തയ്യാറാണ്. പക്ഷെ നിന്റെ ഈ 10 കോടി കണ്ടിട്ടല്ല, തോറ്റുപോകാതിരിക്കാൻ നീ കാണിക്കുന്ന ഈ ധൈര്യം കണ്ടിട്ട്. എനിക്കൊരു നിബന്ധനയുണ്ട്. നമ്മുടെ വിവാഹം വെറും ഒരു കടലാസിൽ ഒതുങ്ങരുത്. നീ എന്റെ ഗ്രാമത്തിൽ വരണം. എന്റെ വീട്ടിൽ എന്റെ അമ്മ ഭവാനി അമ്മയോടൊപ്പം ജീവിക്കണം. ഈ ഗ്രാമത്തിലെ പൊടിയും ചൂടും നിനക്ക് സഹിക്കാൻ കഴിയുമോ? നിത്യ ഒട്ടും മടിച്ചില്ല. ഞാൻ വരാം. എന്റെ സാമ്രാജ്യം സംരക്ഷിക്കാൻ ഞാൻ എന്തും സഹിക്കും. അങ്ങനെ ആ പാടവരമ്പത്ത് വെച്ച് തികച്ചും വിചിത്രമായ ആ കരാർ ഉറപ്പിച്ചു. തൊട്ടടുത്ത ദിവസം തന്നെ നഗരത്തിലെ സബ് രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് അവർ നിയമപരമായി വിവാഹിതരായി. ഒരു ബിസിനസ് ഡീൽ പോലെ അവർ ആ കരാർ പത്രത്തിൽ ഒപ്പുവെച്ചു. 6 മാസം കഴിഞ്ഞ് വേർപിരിയുമ്പോൾ 10 കോടി രൂപ ഹരീഷിന് ലഭിക്കുമെന്നതായിരുന്നു അതിലെ പ്രധാന വ്യവസ്ഥ. വിവാഹശേഷം ഹരീഷിനൊപ്പം അവർ കൃഷ്ണപുരത്തേക്ക് തിരിച്ചു. ഗ്രാമത്തിൽ അപ്പോഴേക്കും വാർത്ത പരന്നിരുന്നു. ഹരീഷ് ഒരു വലിയ കോടീശ്വരയെ വിവാഹം കഴിച്ചിരിക്കുന്നു.
അവർ വീട്ടിലെത്തിയപ്പോൾ അയൽക്കാരെല്ലാം അവിടെ കൂടിയിരുന്നു. നിത്യയുടെ ആഡംബര വസ്ത്രങ്ങളും ഹൈഹീൽസ് ചെരുപ്പും ആ നാട്ടിൻ പുറത്ത് തികച്ചും അപരിചിതമായിരുന്നു. ഉമ്മറത്ത് ഭവാനിയമ്മ നിറകണ്ണുകളോടെ കയ്യിൽ നിലവിളക്കുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. വാ മോളെ. അവർ സ്നേഹത്തോടെ നിത്യയെ നെറുകയിൽ ചുംബിച്ചു. നഗരത്തിന്റെ യാന്ത്രികതയിൽ മാത്രം ജീവിച്ച നിത്യയ്ക്ക് ആ സ്നേഹസ്പർശം ഒരു പുതിയ അനുഭവമായിരുന്നു. എന്നാൽ ആദ്യത്തെ രാത്രി നിത്യയ്ക്ക് ഒരു വലിയ പരീക്ഷണമായിരുന്നു. എയർ കണ്ടീഷൻ ചെയ്ത ലക്ഷറി ഫ്ലാറ്റിൽ ഉറങ്ങി ശീലിച്ച അവൾക്ക് ആ ചെറിയ വീട്ടിലെ ചൂടും കൊതുകും അസഹനീയമായി തോന്നി. ഇടയ്ക്കിടെ കറണ്ട് പോവുകയും ചെയ്തതോടെ അവൾ വല്ലാതെ ദേഷ്യപ്പെട്ടു. ഇതൊരു നരകമാണ് ഹരീഷ്, ഇവിടെ എനിക്ക് ഒരു ദിവസം പോലും നിൽക്കാൻ കഴിയില്ല, അവൾ പൊട്ടിത്തെറിച്ചു. ഹരീഷ് വളരെ ശാന്തനായി ഒരു മണ്ണെണ്ണ വിളക്ക് കൊളുത്തു വെച്ചു. അവന്റെ കയ്യിൽ ഒരു പഴയ പനയോല വിശറിയുണ്ടായിരുന്നു. അവൻ അവളുടെ അരികിലിരുന്ന് പതുക്കെ വീശിക്കൊടുത്തു. നഗരത്തിൽ നിങ്ങൾ പണം കൊടുത്തു വാങ്ങുന്ന കാറ്റിനേക്കാൾ ജീവനുണ്ട് ഇതിന്. പൊരുത്തപ്പെടാൻ കുറച്ച് സമയമെടുക്കും നിത്യ. അവന്റെ ആ കരുതൽ നിത്യയെ അത്ഭുതപ്പെടുത്തി. 10 കോടി രൂപയുടെ വാഗ്ദാനം ലഭിച്ചിട്ടും യാതൊരു അഹങ്കാരവുമില്ലാതെ ഇത്രയും സ്നേഹത്തോടെ പെരുമാറുന്ന ഈ മനുഷ്യൻ ആരാണ്? ഈ ചെറിയ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിൽ ഹരീഷ് വീശി കൊടുക്കുന്ന കാറ്റേറ്റ് എപ്പോഴോ അവൾ ഉറക്കത്തിലേക്ക് വഴുതി വീണു. എന്നാൽ നഗരത്തിൽ വിക്രം അടങ്ങിയിരിക്കുകയായിരുന്നില്ല. ഈ വിവാഹം വെറുമൊരു നാടകമാണെന്ന് തെളിയിക്കാനും അവരെ നശിപ്പിക്കാനും അവൻ വലിയൊരു ഗൂഢാലോചന മെനയുന്നുണ്ടായിരുന്നു. വരാനിരിക്കുന്ന വലിയൊരു കൊടുങ്കാറ്റിന്റെ മുന്നോടിയായുള്ള ശാന്തത മാത്രമായിരുന്നു ആ രാത്രി കൃഷ്ണപുരത്തിനുണ്ടായിരുന്നത്. കൃഷ്ണപുരത്തെ പുലരി നിത്യയെ സംബന്ധിച്ചിടത്തോളം തികച്ചും അപരിചിതമായ ഒരു ലോകമായിരുന്നു. നഗരത്തിലെ ശബ്ദകോലാഹലങ്ങളില്ലാത്ത വലിയ അപ്പാർട്ട്മെന്റിലെ ഇരുണ്ട മുറിയിൽ വൈകി എഴുന്നേറ്റ് ശീലിച്ച അവൾ ഗ്രാമത്തിന്റെ തനതായ ശബ്ദങ്ങൾ കേട്ടാണ് അന്ന് കണ്ണു തുറന്നത്. തൊഴുത്തിൽ നിന്നുള്ള പശുക്കളുടെ കരച്ചിലും മുറ്റത്തെ കിണറ്റിൽ നിന്നും വെള്ളം കോരുന്ന ശബ്ദവും ആ പ്രഭാതത്തെ സജീവമാക്കിയിരുന്നു. തന്റെ വില കൂടിയ ഡിസൈനർ വസ്ത്രത്തിൽ ആ ചെറിയ മുറിയിലൂടെ നടക്കുമ്പോൾ ചുവരിലെ പരുക്കൻ സിമന്റുകൾ ഉരസുന്നത് ആദ്യം അവൾക്ക് വല്ലാതെ അരോചകമായി തോന്നി. ഒരു കോർപ്പറേറ്റ് സാമ്രാജ്യത്തിന്റെ അധിപയായ താൻ ഈ കൊച്ചു ഗ്രാമത്തിൽ എന്താണ് ചെയ്യുന്നത് എന്ന ചിന്ത അവളെ അലട്ടി. എന്നാൽ പഴയ ആ മരജനാലയിലൂടെ പുറത്തേക്ക് നോക്കി അവൾ കണ്ട കാഴ്ച അവളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. മുറ്റത്തെ വലിയ മാവിൻ ചുവട്ടിൽ ഹരീഷ് ഇരിക്കുന്നു. അവനു ചുറ്റും ഗ്രാമത്തിലെ ഒരു പറ്റം കർഷകർ വലിയ ആദരവോടെ നിൽപ്പുണ്ട്. തന്റെ മടിയിലിരിക്കുന്ന ലാപ്ടോപ്പിൽ ചില ഡാറ്റകൾ അവൻ അവർക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ഓരോ മണ്ണിന്റെയും ഗുണനിലവാരം, പുതിയ കാലത്തെ കൃഷിരീതികൾ, കാലാവസ്ഥാ വ്യതിയാനം വിളകളെ എങ്ങനെ ബാധിക്കുന്നു എന്നിവയെക്കുറിച്ച് അവൻ വളരെ ലളിതമായി അവർക്ക് വിവരിച്ചു കൊടുക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. അവന്റെ വാക്കുകളിൽ ഒരു ശാസ്ത്രജ്ഞന്റെ കൃത്യതയും അതോടൊപ്പം ഒരു ഗ്രാമീണന്റെ ലാളിത്യവും നിറഞ്ഞു നിന്നു. നഗരത്തിലെ വലിയ ബോർഡ് മീറ്റിംഗുകളിൽ താൻ കണ്ടിട്ടുള്ള അതേ ആത്മവിശ്വാസം അവനിലുണ്ടെന്ന് നിത്യ തിരിച്ചറിഞ്ഞു. അവൻ വെറുമൊരു പാവപ്പെട്ട കർഷകനല്ല, മറിച്ച് തന്റെ അറിവ് സമൂഹത്തിന്റെ നന്മയ്ക്കായി ഉപയോഗിക്കുന്ന വലിയൊരു മനുഷ്യനാണെന്ന ബോധ്യം അവളുടെ ഉള്ളിൽ പുതിയൊരു ബഹുമാനം സൃഷ്ടിച്ചു. അവൾ ചിന്തകളിൽ മുഴുകി നിൽക്കുമ്പോഴാണ് ഭവാനിയമ്മ അവിടേക്ക് വന്നത്. മോളെ, ചൂട് ചായ കുടിക്കൂ. സ്നേഹം തുളുമ്പുന്ന വാക്കുകളോടെ അവർ ഒരു സ്റ്റീൽ ഗ്ലാസ് ചായ നീട്ടി. നഗരത്തിലെ ഏറ്റവും വില കൂടിയ കഫേകളിൽ നിന്ന് കുടിച്ചിട്ടുള്ള കോഫിയേക്കാൾ ഗന്ധവും രുചിയും ആ നാടൻ ചായക്കുണ്ടെന്ന് അവൾക്ക് തോന്നി. ഭവാനിയമ്മ അവളുടെ അരികിലിരുന്ന് പതുക്കെ ആ മുടിയിടകളിൽ തലോടി. എന്റെ മോൻ പുറമേ കാണാൻ കുറച്ച് പരുക്കനാണെങ്കിലും നല്ല മനസ്സുള്ളവനാണ്. അവന് നിന്നെപ്പോലെ ഒരു കുട്ടിയെ കിട്ടിയത് ഈ വീടിന്റെ ഭാഗ്യമാണ് മോളെ. ആ പാവം അമ്മയുടെ കണ്ണുകളിൽ നിഷ്കളങ്കമായ സ്നേഹം കണ്ടപ്പോൾ നിത്യയുടെ ഉള്ളിൽ വല്ലാത്തൊരു നീറ്റലുണ്ടായി. നീ എന്റെ ഭർത്താവാകൂ, 10 കോടി രൂപ തരാം എന്ന വിലപേശലിലൂടെയാണ് താൻ ഈ വീട്ടിലെത്തിയതെന്ന് ഈ അമ്മ അറിയുന്നില്ലല്ലോ എന്ന കുറ്റബോധം അവൾ ആദ്യമായി വേട്ടയാടി. പണം കൊടുത്ത് താൻ വാങ്ങിയത് ഈ നിഷ്കളങ്കതയാണല്ലോ എന്നോർത്തപ്പോൾ അവൾക്ക് സ്വയം ലജ്ജ തോന്നി. ഉച്ചയോടെ ഹരീഷ് നിത്യയെ തന്റെ പാടത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന പച്ചപ്പടിഞ്ഞ നെൽപ്പാടങ്ങൾ, അവിടെ ജോലി ചെയ്യുന്ന കർഷകരെല്ലാം ഹരീഷിനെ കണ്ടപ്പോൾ അതിയായ ബഹുമാനത്തോടെ മാറി നിന്നു. ഇതാണ് നിത്യ, എന്റെ സാമ്രാജ്യം. വിശാലമായ ആ പാടശേഖരങ്ങളിലേക്ക് നോക്കി ഹരീഷ് പറഞ്ഞു. നിങ്ങളുടെ കോർപ്പറേറ്റ് ലോകത്ത് എല്ലാവരും മറ്റുള്ളവരെ ചവിട്ടിമതിച്ച് മുകളിലേക്ക് കയറാനാണ് ശ്രമിക്കുന്നത്. പക്ഷേ ഇവിടെ ഞങ്ങൾ വിതയ്ക്കുന്നത് സ്നേഹമാണ്. പ്രകൃതി ഞങ്ങളെ ഒരിക്കലും ചതിക്കില്ല. ജീവിതത്തിൽ ആദ്യമായി നിത്യ ചെറുപ്പില്ലാതെ ആ പാടവരമ്പത്തൂടെ നടന്നു. നനഞ്ഞ ചെളിയുടെ തണുപ്പ് അവളുടെ പാദങ്ങളിലൂടെ ഹൃദയത്തിലേക്ക് പടർന്നു. കോൺക്രീറ്റ് കാടുകളിൽ ജീവിച്ച അവൾക്ക് ആ മണ്ണിന്റെ ഗന്ധം വല്ലാത്തൊരു ശാന്തി നൽകി. അറിയാതെ അവൾ തന്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് അവനോട് സംസാരിച്ചു തുടങ്ങി. കോടികളുടെ സമ്പത്തുണ്ടായിട്ടും സ്നേഹിക്കാൻ ആരുമില്ലാതിരുന്ന ബാല്യം, ബിസിനസ് വൈരാഗ്യങ്ങൾക്കിടയിൽ ദുരൂഹമായി കൊല്ലപ്പെട്ട മാതാപിതാക്കൾ, എല്ലാം അവൾ തുറന്നു പറഞ്ഞു. ഹരീഷ് ഒന്നും മിണ്ടാതെ ഒരു നല്ല കേൾവിക്കാരനായി അവളുടെ വേദനകൾ ഏറ്റുവാങ്ങി. അവൾക്ക് വേണ്ടത് പണമല്ല, മറിച്ച് താൻ സുരക്ഷിതയാണെന്ന ബോധ്യമാണെന്ന് അവൻ മനസ്സിലാക്കി. വൈകുന്നേരം അവർ തിരികെ വീട്ടിലെത്തിയപ്പോൾ നിത്യയുടെ ഫോൺ നിർത്താതെ ശബ്ദിക്കാൻ തുടങ്ങി. സ്ക്രീനിൽ വിക്രമിന്റെ പേര് കണ്ട് അവളുടെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു. വിറയ്ക്കുന്ന കൈകളോടെ അവൾ ഫോൺ എടുത്തു. നിത്യ, നീ കൃഷ്ണപുരത്തുണ്ടെന്ന് എനിക്കറിയാം. മറുതലക്കൽ വിക്രമിന്റെ പരിഹാസം നിറഞ്ഞ ശബ്ദം മുഴങ്ങി. നിന്റെ ഈ കർഷക ഭർത്താവിനെ വെച്ച് നീ കളിക്കുന്ന നാടകം ഞാൻ പൊളിക്കും.
അടുത്ത ആഴ്ചത്തെ ബോർഡ് മീറ്റിംഗിൽ ഈ വിവാഹം വെറുമൊരു ഉടമ്പടിയാണെന്ന് ഞാൻ തെളിയിക്കും. നിന്നെയും നിന്റെ ആ പിച്ചക്കാരൻ ഭർത്താവിനെയും ഞാൻ തെരുവിലിറക്കും. വിക്രമിന്റെ ഭീഷണി കേട്ട് നിത്യയുടെ മുഖം വിളറി വെളുത്തു. ഫോൺ താഴെ വീഴാൻ പോയ നിമിഷം ഹരീഷ് അത് വാങ്ങി സ്പീക്കറിലിട്ടു. വിക്രം അപ്പോഴും അധിക്ഷേപങ്ങൾ തുടരുകയായിരുന്നു. ഹരീഷ് വളരെ ശാന്തനായി മറുപടി പറഞ്ഞു. വിക്രം, നഗരത്തിലെ ശീതീകരിച്ച മുറിയിലിരുന്ന് നിങ്ങൾ വിലയിടുന്നത് തെറ്റായ മനുഷ്യനെയാണ്. നിത്യ ഇപ്പോൾ എന്റെ വീട്ടിലാണ്, എന്റെ സംരക്ഷണയിലാണ്. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾ ചെയ്തോളൂ. പക്ഷെ ഒരു കാര്യം ഓർക്കുക, ഒരു കർഷകന് മണ്ണിൽ വിത്ത് വിതയ്ക്കാൻ മാത്രമല്ല അറിയാവുന്നത്, അത് സംരക്ഷിക്കാനും അറിയാം. ഇത്രയും പറഞ്ഞ് ഹരീഷ് ഫോൺ കട്ട് ചെയ്തു. നിത്യയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. ഹരീഷ്, അവൻ വളരെ അപകടകാരിയാണ്. നിങ്ങളെ അവൻ ഉപദ്രവിക്കും. നമുക്ക് ഈ കരാർ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഞാൻ തോൽക്കാൻ തയ്യാറാണ്. പക്ഷെ ഞാൻ കാരണം നിങ്ങളുടെ ജീവൻ അപകടത്തിലാകരുത്, അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഹരീഷ് അവളുടെ തോളിൽ മൃദുവായി കൈവച്ചു. നിത്യ, ഇതിപ്പോൾ വെറുമൊരു കരാറല്ല. നീ എന്റെ വീട്ടിലെത്തി എന്റെ അമ്മയുടെ അനുഗ്രഹം വാങ്ങി. ഇനി നിന്നെ സംരക്ഷിക്കേണ്ടത് എന്റെ കടമയാണ്. വിക്രം എന്നല്ല, ഈ ലോകത്ത് ആര് വന്നാലും നിന്നെ തൊടാൻ ഞാൻ അനുവദിക്കില്ല. ആ വാക്കുകളിൽ ഒരു വലിയ പർവ്വതത്തിന്റെ കരുത്തുണ്ടായിരുന്നു. അന്ന് രാത്രി ഗ്രാമം മുഴുവൻ ഉറങ്ങുമ്പോഴും നിത്യയ്ക്ക് ഉറക്കം വന്നില്ല. അവൾ ജനലിലൂടെ പുറത്തെ ഇരുട്ടിലേക്ക് നോക്കി. അവിടെ വരാന്തയിൽ ഒരു കാവൽക്കാരനെ പോലെ ഹരീഷ് ഇരിക്കുന്നത് അവൾ കണ്ടു. താൻ വാഗ്ദാനം ചെയ്ത 10 കോടി രൂപയേക്കാൾ വലിയൊരു വില ഹരീഷിന്റെ ആ വാക്കിനുണ്ടെന്ന് അവൾ തിരിച്ചറിഞ്ഞു. സ്നേഹവും സുരക്ഷിതത്വവും ഒരിക്കലും പണം കൊടുത്ത് വാങ്ങാൻ കഴിയില്ലെന്ന വലിയ പാഠം കോടീശ്വരിയായ ആ പെൺകുട്ടി ആ ദരിദ്ര കർഷകന്റെ വീട്ടിൽ വെച്ച് പഠിക്കുകയായിരുന്നു. എന്നാൽ അവരുടെ ശാന്തത തകർക്കാനായി വിക്രം തന്റെ വാടക ഗുണ്ടകളെ കൃഷ്ണപുരത്തേക്ക് അയച്ചു കഴിഞ്ഞിരുന്നു എന്ന സത്യം അപ്പോഴേക്കും അവർ അറിഞ്ഞിരുന്നില്ല. ഇരുട്ടിന്റെ മറവിൽ വലിയൊരു അപകടം ആ ഗ്രാമത്തെ ലക്ഷ്യമാക്കി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണപുരം ഗ്രാമത്തിലെ ആ രാത്രിക്ക് അസാധാരണമാം വിധം കനം വെച്ച ഒരു നിശബ്ദതയുണ്ടായിരുന്നു. സാധാരണയായി രാത്രിയുടെ യാമങ്ങളിൽ കേൾക്കാറുള്ള ചീവീടുകളുടെ കരച്ചിൽ പോലും അന്ന് നിലച്ചിരുന്നു. ചെറിയ ആ മുറിയിലെ മങ്ങിയ വെളിച്ചത്തിൽ തന്റെ ലാപ്ടോപ്പിന് മുന്നിലിരുന്ന് കമ്പനിയുടെ നിയമവശങ്ങൾ പരിശോധിക്കുകയായിരുന്നു നിത്യ. എങ്കിലും അവളുടെ മനസ്സ് ആ രേഖകളിലായിരുന്നില്ല. ഇടയ്ക്കിടെ അവൾ ആ പഴയ മരജനാലയിലൂടെ പുറത്തേക്ക് നോക്കി. അവിടെ നിലാവെളിച്ചത്തിൽ വരാന്തയിലെ ഒരു ചെറിയ തടിബെഞ്ചിൽ ഹരീഷ് ഉറങ്ങാതെ കാവലിരിപ്പുണ്ട്. അവന്റെ ആ സാമീപ്യം അവൾക്ക് നൽകിയ വലിയൊരു ആശ്വാസം വാക്കുകൾക്ക് അതീതമായിരുന്നു. പണം കൊടുത്താൽ ഈ ലോകത്തുള്ള എന്തും വാഗ്ദാനം ചെയ്യാമെന്നും സ്വന്തമാക്കാമെന്നും കരുതിയിരുന്ന നിത്യയ്ക്ക് താൻ നൽകിയ 10 കോടി രൂപയേക്കാൾ വലിയൊരു സുരക്ഷാ കവചമായി ഹരീഷ് മാറുന്നത് അവൾ അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. പെട്ടെന്നാണ് ദൂരെ നിന്നുള്ള വാഹനങ്ങളുടെ ഇരമ്പൽ ആ ഗ്രാമത്തിന്റെ ശാന്തതയെ കീറിമുറിച്ചത്. ഗ്രാമത്തിലെ നായ്ക്കൾ കൂട്ടമായി കുരയ്ക്കാൻ തുടങ്ങി. ഹരീഷ് പെട്ടെന്ന് എഴുന്നേറ്റു. അവന്റെ ഇന്ദ്രിയങ്ങൾ വരാനിരിക്കുന്ന അപകടത്തെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. നിമിഷങ്ങൾക്കകം 3 ജീപ്പുകൾ വലിയ പൊടിവെള്ളങ്ങൾ പറത്തിക്കൊണ്ട് ഹരീഷിന്റെ മുറ്റത്ത് വന്ന് ബ്രേക്കിട്ടു. അതിൽ നിന്നും ഇരുമ്പ് വടികളും പെട്രോൾ ക്യാനുകളുമായി 10ഓളം ഗുണ്ടകൾ പുറത്തിറങ്ങി. വിക്രം പറഞ്ഞയച്ച വാടക കൊലയാളികളായിരുന്നു അവർ. ആരാണിവിടെ? ഹരീഷ് ഒരു സിംഹത്തെ പോലെ ഗർജിച്ചു. ഗുണ്ടകളുടെ നേതാവ് പരിഹാസച്ചിരിയോടെ മുന്നോട്ട് വന്നു. ഹരീഷ്, നിനക്ക് ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ആ പെണ്ണിനെ ഞങ്ങൾക്ക് വിട്ടുതരിക. വലിയ പണക്കാരുടെ കളിയിൽ തലയിട്ട് നിന്റെ ഈ കുടിൽ ഇല്ലാതാക്കരുത്. ബഹളം കേട്ട് നിത്യയും ഭവാനിയമ്മയും പരിഭ്രാന്തിയോടെ പുറത്തേക്ക് ഓടി വന്നു. മുറ്റത്ത് നിൽക്കുന്ന ആയുധധാരികളെ കണ്ടപ്പോൾ നിത്യയുടെ മുഖം വിളറി വെളുത്തു. ഹരീഷ്, ഇത് വിക്രമിന്റെ ആളുകളാണ്, നമുക്ക് പോലീസിനെ വിളിക്കാം, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇവിടെ പോലീസ് വരാൻ സമയമെടുക്കും നിത്യ, നീയും അമ്മയും വേഗം അകത്ത് പോയി വാതിലടയ്ക്കും. ഹരീഷ് തികഞ്ഞ ശാന്തതയോടെ എന്നാൽ വളരെ ഉറച്ച സ്വരത്തിൽ പറഞ്ഞു. ഗുണ്ടകൾ ഹരീഷിന് നേരെ പാഞ്ഞെടുത്തു. അവൻ മുറ്റത്ത് കിടന്നിരുന്ന വലിയൊരു മരത്തടി കയ്യിലെടുത്തു. നഗരത്തിൽ പോയി പഠിച്ച വെറുമൊരു ബുദ്ധിജീവി മാത്രമല്ല അവനെന്ന് അവർക്ക് അപ്പോഴാണ് മനസ്സിലായത്. സ്വന്തം മണ്ണിൽ വെയിലും മഴയുമേറ്റ് പണിയെടുത്തുറച്ച പേശിബലം അവൻ പുറത്തെടുത്തു. അവന്റെ ഓരോ പ്രഹരവും കൃത്യമായിരുന്നു. ഒന്നിലധികം പേർ ചുറ്റും വളഞ്ഞിട്ടും അവൻ പതറിയില്ല. എന്നാൽ ഹരീഷിനെ നേരിട്ട് തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലാക്കിയ ഗുണ്ടകളിൽ ഒരാൾ അവന്റെ ശ്രദ്ധ തിരിക്കാനായി ഒരു ക്രൂരമായ തന്ത്രം പ്രയോഗിച്ചു. വീടിനോട് ചേർന്നുള്ള വലിയ കാർഷിക പുരയിലേക്ക് അയാൾ പെട്രോൾ ഒഴിച്ച് തീയിട്ടു. ഗ്രാമത്തിലെ മുഴുവൻ കർഷകരും തങ്ങളുടെ അടുത്ത കൃഷിക്കായുള്ള വിത്തുകളും വളങ്ങളും സൂക്ഷിച്ചിരുന്ന വെയർഹൌസ് ആയിരുന്നു അത്. നിമിഷ നേരം കൊണ്ട് തീ ആളി പടർന്നു. ഗ്രാമത്തിന്റെ വായുവിൽ കറുത്ത പുകയും തീപ്പൊരികളും നിറഞ്ഞു. ആ വിത്ത് കത്തിച്ചാമ്പലായാൽ ഒരു ഗ്രാമത്തിന്റെ മുഴുവൻ അധ്വാനവും അന്നവുമാണ് ഇല്ലാതാകുന്നത്. തന്റെ ശരീരത്തിലെ മുറിവുകളും ചതവുകളും വകവയ്ക്കാതെ ഹരീഷ് ആ തീപ്പൊരികൾക്കിടയിലൂടെ വെയർഹൌസിലേക്ക് എടുത്തു ചാടി. ഹരീഷ്, വേണ്ട, തിരിച്ചു വരൂ. നിത്യ അലറിക്കരഞ്ഞു. അവൾക്ക് തന്റെ കമ്പനിയോ കോടികളുടെ സമ്പത്തോ ഒന്നുമല്ലായിരുന്നു ആ നിമിഷം വലുത്, മറിച്ച് ഹരീഷിന്റെ ജീവനായിരുന്നു. തീജ്വാലകൾ ആർത്തിരമ്പുന്നതിനിടയിലും ഹരീഷ് അകത്തുനിന്ന് ഓരോ വിത്ത് ചാക്കുകളും പുറത്തേക്ക് വിളിച്ചെറിഞ്ഞുകൊണ്ടിരുന്നു. തീനാളങ്ങൾ അവന്റെ വസ്ത്രങ്ങളെയും ശരീരത്തെയും സ്പർശിക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ അവസാനത്തെ ചാക്കും തീയിൽ നിന്ന് രക്ഷിച്ച് പുറത്തേക്ക് എറിഞ്ഞതിനു ശേഷം അവൻ മുറ്റത്തേക്ക് തെറിച്ചു വീണു. അപ്പോഴേക്കും തീയും ബഹളവും കണ്ട് ഗ്രാമവാസികൾ പന്തങ്ങളുമായി ഓടിക്കൂടിയിരുന്നു. നാട്ടുകാർ കൂട്ടത്തോടെ വരുന്നത് കണ്ട ഗുണ്ടകൾ ജീപ്പിൽ കയറി ഇരുട്ടിലേക്ക് മറിഞ്ഞു. നിത്യ ഓടിച്ചെന്ന് പൊള്ളലേറ്റ ഹരീഷിനെ തന്റെ മടിയിൽ കിടത്തി.
അവന്റെ കൈകളിലും തോളിലും കാര്യമായി പൊള്ളലേറ്റിരുന്നു. എന്തിനാണ് ഹരീഷ് നീ ഇത് ചെയ്തത്? ആ 10 കോടി രൂപയ്ക്ക് വേണ്ടി നിന്റെ ജീവൻ കളയണമായിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിച്ചു. വേദന കടിച്ചിറക്കിക്കൊണ്ട് ഹരീഷ് പുഞ്ചിരിച്ചു. നിത്യ, ഞാൻ പറഞ്ഞില്ലേ, ഈ മണ്ണും വിത്തുകളും എന്റെ ഗ്രാമത്തിന്റെ ജീവനാണ്. അത് സംരക്ഷിക്കാൻ ഈ പരിക്കുകൾ ഒന്നുമല്ല. പിന്നെ നിന്നെയും നിന്റെ വിശ്വാസത്തെയും കാത്തുകൊള്ളാമെന്ന് ഞാൻ വാക്ക് നൽകിയതല്ലേ. അന്ന് രാത്രി നിത്യ ഉറങ്ങിയില്ല. ഒരു സാധാരണക്കാരന് വേണ്ടി ആ കോടീശ്വരിയുടെ കണ്ണുകൾ ആദ്യമായി നിറഞ്ഞൊഴുകി. അവൾ സ്വന്തം കൈകൊണ്ട് ഹരീഷിന്റെ പൊള്ളലുകളിൽ മരുന്ന് പുരട്ടി കൊടുത്തു. പണം കൊണ്ട് ഈ ലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും വാങ്ങാം, പക്ഷേ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനവും ധീരതയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ലെന്ന് അവൾ തിരിച്ചറിയുകയായിരുന്നു. അടുത്ത ദിവസം പ്രഭാതത്തിൽ നിത്യ ഒരു പുതിയ മനുഷ്യനായിരുന്നു. അവൾ തന്റെ ഫോൺ എടുത്ത് വക്കീലിനെ വിളിച്ചു. മിസ്റ്റർ വർമ്മ, വിക്രമിനെതിരെയുള്ള എല്ലാ തെളിവുകളും ഉടൻ ശേഖരിക്കുക. ഇന്നലത്തെ ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ ഇവിടെയുണ്ട്. ഇനി നിയമത്തിന്റെ ഭാഷയിൽ മാത്രമല്ല, ഹരീഷിനെ പോലെ നേരിട്ടും ഞാൻ പോരാടും. അവൾ ഹരീഷിന്റെ അടുത്തേക്ക് നടന്നു. പരിക്കുകളോടെ വീണ്ടും പാടത്തേക്ക് പോകാൻ ഒരുങ്ങുകയായിരുന്നു അവൻ. ഹരീഷ്, നമുക്ക് നഗരത്തിലേക്ക് പോകണം. ബോർഡ് മീറ്റിംഗ് നാളെയാണ്. ഈ പരിക്കുകളുമായി നീ നിർബന്ധമായും വരണമെന്നില്ല, പക്ഷെ എനിക്ക് നിന്റെ സാമീപ്യം വേണം. ഹരീഷ് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ കണ്ടത് പണത്തിന്റെ അഹങ്കാരമുള്ള പഴയ ആ ബിസിനസ്സുകാരിയെയല്ല, മറിച്ച് മണ്ണറിഞ്ഞ മനുഷ്യത്വമുള്ള ഒരു പുതിയ നിത്യയെയാണ്. ഞാൻ വരാം നിത്യ, നിന്റെ ഭർത്താവായിട്ടല്ല, നിന്റെ കരുത്തായി. അവർ വീണ്ടും നഗരത്തിലേക്ക് തിരിച്ചു. കൃഷ്ണപുരത്തെ മണ്ണ് അവരെ വലിയൊരു മാറ്റം വരുത്തി കഴിഞ്ഞിരുന്നു. എന്നാൽ നഗരത്തിൽ കോൺഫറൻസ് മുറിയിൽ വിക്രം അവരെ കാത്തിരുന്നത് മറ്റൊരു വലിയ ചതിയുമായിട്ടാണ്. വിവാഹം വ്യാജമാണെന്ന് തെളിയിക്കുന്ന ആ രഹസ്യ കരാർ പത്രം വിക്രമിന്റെ കയ്യിൽ എങ്ങനെയോ എത്തിപ്പെട്ടിരുന്നു. നഗരത്തിലെ ആ ചില്ലുമേടയിൽ വെച്ച് വലിയൊരു അന്തിമ യുദ്ധമാണ് ഇനി അവർക്ക് നേരിടേണ്ടിയിരുന്നത്. കൃഷ്ണപുരത്തിന്റെ ശാന്തതയിൽ നിന്നും നഗരത്തിന്റെ അലർന്ന കോലാഹലങ്ങളിലേക്ക് ദിത്യയും ഹരീഷും തിരിച്ചെത്തി. കോൺക്രീറ്റ് കാടുകൾക്കിടയിലെ ആഡംബരപൂർണമായ ആ പെൻ ഹൗസിൽ നിൽക്കുമ്പോഴും ഹരീഷിന്റെ മനസ്സ് മുഴുവൻ ഗ്രാമത്തിലെ പാടവരമ്പത്തായിരുന്നു. ശീതീകരിച്ച ആ വലിയ ചില്ലുമേടയ്ക്കുള്ളിൽ അവന് വല്ലാത്ത ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു. പുറത്തെ കാഴ്ചകളിലേക്ക് കണ്ണുനട്ട് നിൽക്കുന്ന ഹരീഷിന്റെ പരിക്കേറ്റ കൈകളിൽ നിത്യ പതുക്കെ തലോടി. അവൾ ധരിച്ചിരുന്നത് തന്റെ പഴയ ആത്മവിശ്വാസം തുടിക്കുന്ന കോർപ്പറേറ്റ് വസ്ത്രങ്ങളായിരുന്നുവെങ്കിലും അവളുടെ കണ്ണുകളിൽ അവനോടുള്ള വലിയൊരു ആദരവ് പ്രകടമായിരുന്നു. ഹരീഷ്, നീ ഇവിടെ സുരക്ഷിതനാണ്, അവൾ സ്വാന്തനപ്പെടുത്തി. അവൻ മന്ദഹസിച്ചു. സുരക്ഷിതത്വം എന്നത് ഈ ഗ്ലാസ് ചുവരുകൾക്ക് നൽകാൻ കഴിയുന്ന ഒന്നല്ല നിത്യ, അത് മനസ്സുകളുടെ ഒരു പരസ്പര വിശ്വാസമാണ്. അന്നായിരുന്നു വർമ്മ ഗ്രൂപ്പിന്റെ ഭാവിയെ നിർണ്ണയിക്കുന്ന ആ സുപ്രധാന ബോർഡ് മീറ്റിംഗ്. കമ്പനിയുടെ ആസ്ഥാന മന്ദിരത്തിലെ വലിയ കോൺഫറൻസ് റൂമിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ അക്ഷമരായി കാത്തിരിക്കുകയായിരുന്നു. ചെയർമാന്റെ കസേരയ്ക്ക് തൊട്ടടുത്ത് വല്ലാത്തൊരു ഗർവോടെ വിക്രം ഇരിപ്പുണ്ട്. ഹരീഷിനെയും കൂട്ടി നിത്യ അകത്തേക്ക് കടന്നു വന്നപ്പോൾ വിക്രമിന്റെ മുഖത്ത് ഒരു പരിഹാസ ചിരി വിരിഞ്ഞു. സ്വാഗതം നിത്യ, സ്വാഗതം. നമ്മുടെ പുതിയ കർഷക മാതാവേ, വിക്രം ഉറക്കെ പറഞ്ഞു. അവൻ മറ്റേ അംഗങ്ങൾക്ക് നേരെ തിരിഞ്ഞു. നോക്കൂ സുഹൃത്തുക്കളെ, കോടികളുടെ ആസ്തിയുള്ള നമ്മുടെ ഈ കമ്പനിയുടെ ഭാവി തീരുമാനിക്കാൻ പോകുന്നത് ഈ ചെളി മണക്കുന്ന മനുഷ്യനാണത്രേ. ഇതൊരു നാടകമാണെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നുന്നില്ലേ? നിത്യ വളരെ ഗൗരവത്തോടെ തന്നെ തന്റെ സീറ്റിലിരുന്നു. വിക്രം, നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് കമ്പനിയുടെ കാര്യങ്ങൾ തീരുമാനിക്കാനാണ്, വ്യക്തിപരമായ അധിക്ഷേപങ്ങൾക്കല്ല. മുത്തച്ഛന്റെ വിൽപത്ര പ്രകാരം ഞാൻ വിവാഹിതയാണ്. ഇതാ എന്റെ വിവാഹ സർട്ടിഫിക്കറ്റ്. അവൾ രേഖകൾ മേശപ്പുറത്ത് വെച്ചു. വിക്രം മെല്ലെ എഴുന്നേറ്റു. തന്റെ കോട്ടിന്റെ പോക്കറ്റിൽ നിന്നും ഒരു കവർ പുറത്തെടുത്തുകൊണ്ട് അവൻ പറഞ്ഞു, സർട്ടിഫിക്കറ്റ് ആർക്കും ഉണ്ടാക്കാം നിത്യ, പക്ഷേ സത്യം അതല്ല. ഇതാ നോക്കൂ. അവൻ ആ രഹസ്യ കരാർ ഉയർത്തിക്കാട്ടി. നീ എന്റെ ഭർത്താവാകൂ, 10 കോടി തരാമെന്ന് ഈ കോടീശ്വരി എഴുതി ഒപ്പിട്ട രഹസ്യ രേഖയാണിത്. ഈ വിവാഹം ഒരു തട്ടിപ്പാണ്. വിൽപത്രപ്രകാരം ഇത്തരം വഞ്ചന നടത്തിയാൽ നിത്യക്ക് കമ്പനിയിലുള്ള അവകാശം നഷ്ടപ്പെടും. അതുകൊണ്ട് ഇവളെ ചെയർപേഴ്സൺ സ്ഥാനത്ത് നിന്നും ഉടൻ നീക്കം ചെയ്യണം. ഹാളിൽ വലിയൊരു നിശബ്ദത പടർന്നു. എല്ലാവരും പരസ്പരം നോക്കി. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണതുപോലെ നിത്യ സ്തംഭിച്ചിരുന്നു പോയി. ഈ രേഖ എങ്ങനെ വിക്രമിന്റെ കയ്യിലെത്തി? അവൾ ഭയത്തോടെ ഹരീഷിനെ നോക്കി. പെട്ടെന്ന് ഹരീഷ് തന്റെ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. ആ വലിയ ഹാളിൽ അവന്റെ ശബ്ദം മുഴങ്ങി. ആ കരാർ സത്യമാണ് വിക്രം. നിത്യ എന്നെ സമീപിച്ചത് ആ വാഗ്ദാനവുമായി തന്നെയാണ്. നിത്യ ഞെട്ടിപ്പോയി. ഹരീഷ് തന്നെ ചതിക്കുകയാണോ? വിക്രമിന്റെ മുഖത്ത് വിജയച്ചിരി വിടർന്നു. പക്ഷെ ഹരീഷ് തുടർന്നു. എന്നാൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചില്ല വിക്രം, ആ രേഖയുടെ താഴെ നിത്യയുടെ ഒപ്പുണ്ട്. പക്ഷേ എന്റെ ഒപ്പില്ല. ഞാൻ ആ പണം സ്വീകരിച്ചിട്ടില്ല. ഒരു പെൺകുട്ടിയെ നിങ്ങളുടെ ക്രൂരതകളിൽ നിന്നും സംരക്ഷിക്കാൻ ഞാൻ തീരുമാനിച്ചത് ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്, പണത്തിന് വേണ്ടിയല്ല. കൂടാതെ ഹരീഷ് തന്റെ പോക്കറ്റിൽ നിന്നും ഒരു പെൻഡ്രൈവ് പുറത്തെടുത്ത് ലാപ്ടോപ്പിൽ കുത്തി. സ്ക്രീനിൽ കൃഷ്ണപുരത്തെ CCTV ദൃശ്യങ്ങൾ തെളിഞ്ഞു. വിക്രമിന്റെ ഗുണ്ടകൾ വെയർഹൌസിന് തീയിടുന്നതും അതിനു മുമ്പ് വിക്രം അവരുമായി സംസാരിക്കുന്നതിന്റെ ഫോൺ റെക്കോർഡിംഗും അതിലുണ്ടായിരുന്നു. ബോർഡ് അംഗങ്ങൾ നടുങ്ങിപ്പോയി. കമ്പനിയുടെ അന്തസ്സ് കെടുത്തിയ വിക്രമിനെതിരെ അവർ ഒറ്റക്കെട്ടായി തിരിഞ്ഞു. പോലീസിനെ വിളിക്കാൻ ചെയർമാൻ ഉത്തരവിട്ടു. ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ച വിക്രമിനെ ഹരീഷ് തടഞ്ഞു നിർത്തി പോലീസിനെ ഏൽപ്പിച്ചു. എല്ലാവരും പിരിഞ്ഞുപോയ ശേഷം ആ വലിയ ഹാളിൽ നിത്യയും ഹരീഷും മാത്രം ബാക്കിയായി.
നിത്യയുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ ഒഴുകുന്നുണ്ടായിരുന്നു. നീ എന്നെ രക്ഷിച്ചു ഹരീഷ്. പക്ഷേ ആ 10 കോടി നീ വേണ്ടെന്ന് വെച്ചത് എന്തിനാണ്? നിന്റെ ഗ്രാമത്തിന് അത് ആവശ്യമായി വരില്ലേ? പണം കൊണ്ട് പണിയുന്ന കോട്ടകൾക്ക് ഈ ചില്ലുമേടയെ പോലെ തകർച്ചയുണ്ടാകും നിത്യ. സത്യം കൊണ്ടുണ്ടാക്കുന്ന ബന്ധങ്ങൾ മാത്രമേ നിലനിൽക്കൂ. നിന്റെ കമ്പനി ഇപ്പോൾ സുരക്ഷിതമാണ്. നമ്മുടെ ഈ കരാർ ഇവിടെ അവസാനിക്കുകയാണ്. അവന്റെ ആ വാക്കുകൾ നിത്യയുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. കരാർ അവസാനിച്ചുവെന്ന് നീ പറയരുത് ഹരീഷ്. നീ ഒപ്പിട്ടിട്ടില്ലെങ്കിലും ഞാൻ നിന്നെ എന്റെ ഭർത്താവായി അംഗീകരിച്ചു കഴിഞ്ഞു, അവൾ തേങ്ങിക്കൊണ്ട് പറഞ്ഞു. പക്ഷെ ഹരീഷ് ഒന്നും മിണ്ടാതെ ദൂരേക്ക് നോക്കി നിന്നു. അവന്റെ മനസ്സ് അപ്പോഴും ഗ്രാമത്തിലായിരുന്നു. എന്നാൽ വിക്രം പൂർണ്ണമായി തോറ്റിരുന്നില്ല. ജയിലിൽ കിടന്നുകൊണ്ട് അവൻ തന്റെ അവസാനത്തെ ചതി പ്രയോഗിച്ചു. ഏതാനും ദിവസങ്ങൾക്കകം വാർത്താ ചാനലുകളിൽ ഒരു വലിയ വാർത്ത നിറഞ്ഞു. കൃഷ്ണപുരത്തെ ഹരീഷിന്റെ വീട്ടിൽ നിന്നും വർമ്മ ഗ്രൂപ്പിന്റെ അതീവ രഹസ്യരേഖകൾ പോലീസ് കണ്ടെടുത്തു എന്നതായിരുന്നു അത്. ഹരീഷ് ഒരു കർഷകനല്ലെന്നും കമ്പനിയുടെ സ്വത്ത് തട്ടിയെടുക്കാൻ നിത്യ വശത്താക്കിയ ഒരു തട്ടിപ്പുകാരനാണെന്നും വിക്രമിന്റെ വക്കീൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പോലീസിനെ സ്വാധീനിച്ച് ഹരീഷിന്റെ വീട്ടിൽ കള്ളരേഖകൾ ഒളിപ്പിക്കുക എന്നതായിരുന്നു വിക്രമിന്റെ തന്ത്രം. കമ്പനിയുടെ ഷെയറുകൾ ഇടിയാൻ തുടങ്ങി. ബോർഡ് അംഗങ്ങൾ നിത്യയെ വിളിപ്പിച്ച് അന്ത്യശാസനം നൽകി. ഒന്നുകിൽ ഹരീഷുമായുള്ള ബന്ധം വിച്ഛേദിക്കുക, അല്ലെങ്കിൽ കമ്പനിയുടെ പദവി രാജിവെക്കുക. നിത്യ കടുത്ത മാനസിക സംഘർഷത്തിലായി. ഇതറിഞ്ഞ ഹരീഷ് തന്റെ പഴയ ബാഗ് എടുത്തു. നിത്യ, നീ പതറരുത്. ഈ കമ്പനി നിന്റെ മുത്തച്ഛന്റെ ആത്മാവാണ്. എന്റെ സാമീപ്യം ഇപ്പോൾ നിനക്ക് ദോഷമേ ചെയ്യും. ഞാൻ ഗ്രാമത്തിലേക്ക് മടങ്ങുകയാണ്. വേണ്ട ഹരീഷ്, നീ പോയാൽ നീ തെറ്റുകാരനാണെന്ന് അവർ ഉറപ്പിക്കും. നമുക്ക് ഒരുമിച്ച് പോരാടാം. അവൾ കരഞ്ഞുകൊണ്ട് അവനെ തടഞ്ഞു. ഹരീഷ് അവളുടെ നെറ്റിയിൽ മൃദുവായി ചിന്തിച്ചു. പോരാട്ടം എപ്പോഴും ഒരിടത്തു നിന്നാകണമെന്നില്ല നിത്യ. നീ ഇവിടെ നിന്ന് നിന്റെ സാമ്രാജ്യം കാക്കുക. ഞാൻ ഗ്രാമത്തിൽ ചെന്ന് എന്റെ സത്യസന്ധത തെളിയിക്കാം. എന്റെ അമ്മയെ എനിക്ക് തനിച്ചാക്കാൻ കഴിയില്ല. നിത്യയെ തനിച്ചാക്കി ഹരീഷ് ആ ഫ്ലാറ്റിൽ നിന്നും പുറത്തേക്ക് നടന്നു. 10 കോടി രൂപയുടെ ഒരു കടലാസ് ഉടമ്പടി തന്റെ ജീവന്റെ പാതയായി മാറുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവൻ പോയതോടെ അവൾ ഈ നഗരം അവൾക്ക് വല്ലാത്തൊരു ശൂന്യതയായി മാറി. കൃഷ്ണപുരത്തെ പോലീസ് സ്റ്റേഷനിലെ ഇടുങ്ങിയ സെല്ലിലിരുന്ന് പുറത്തെ പേമാരയിലേക്ക് നോക്കുമ്പോൾ ഹരീഷിന്റെ മനസ്സ് ശൂന്യമായിരുന്നു. നഗരത്തിലെ സ്വാധീനം ഉപയോഗിച്ച് വിക്രം പോലീസിനെ വിലക്കെടുത്തിരുന്നു. കമ്പനിയുടെ രഹസ്യരേഖകൾ മോഷ്ടിച്ചു എന്ന വ്യാജ കുറ്റത്തിന്മേൽ അവർ അവനെ ക്രൂരമായി മർദ്ദിച്ചു. എന്നാൽ ശാരീരികമായ വേദനയേക്കാൾ അവനെ തളർത്തിയത് താൻ ജീവന് തുല്യം സ്നേഹിച്ച ഗ്രാമവാസികൾ തന്നെ സംശയത്തിൽ നിഴലിൽ നിർത്തി എന്നതാണ്. അവൻ പണത്തിനു വേണ്ടി നഗരത്തിലെ കോടീശ്വരിയെ ചതിക്കുകയായിരുന്നുവെന്ന് അവരും വിശ്വസിച്ചു തുടങ്ങിയിരുന്നു. ഭവാനിയമ്മ മാത്രമാണ് തന്റെ മകന്റെ നിരപരാധിത്വത്തിൽ ഉറച്ചു വിശ്വസിച്ചത്. അതേസമയം നഗരത്തിൽ നിത്യ ഒരു നിമിഷം പോലും ഉറങ്ങിയിരുന്നില്ല. ഹരീഷ് പോയതോടെ തന്റെ കോർപ്പറേറ്റ് സാമ്രാജ്യം വെറുമൊരു മരുഭൂമിയായി അവൾക്ക് തോന്നി. പണത്തെക്കാൾ വലുത് മനുഷ്യന്റെ സ്നേഹമാണെന്ന് അവളെ പഠിപ്പിച്ച ആ കർഷകരെ തിരികെ കൊണ്ടുവരാൻ അവൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിരുന്നു. രാജ്യത്തെ തന്നെ ഏറ്റവും മികച്ച പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ അവൾ വിളിച്ചു വരുത്തി. ഹരീഷിന്റെ വീട്ടിൽ ആ വ്യാജരേഖകൾ കൊണ്ടുവച്ചത് ആരാണെന്ന് എനിക്കറിയണം. ഇതിനായി എന്റെ സ്വത്തിന്റെ പാതി നൽകേണ്ടി വന്നാലും എനിക്ക് മടിയില്ല. അവളുടെ ശബ്ദത്തിൽ പുതിയൊരു കരുത്തുണ്ടായിരുന്നു. സത്യത്തിനു വേണ്ടി പോരാടുമ്പോൾ ഭയപ്പാടുകൾ ഉണ്ടാകരുതെന്ന് ഹരീഷ് നൽകിയ പാഠം അവൾ ഓർത്തു. പിറ്റേന്ന് നിത്യ കൃഷ്ണപുരത്തേക്ക് തിരിച്ചു. ഇത്തവണ ഒരു കോർപ്പറേറ്റ് മേധാവിയായല്ല, മറിച്ച് തന്റെ ഭർത്താവിന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഇറങ്ങി തിരിച്ച ഒരു സാധാരണ ഭാര്യയായാണ് അവൾ വന്നത്. നേരെ ഭവാനിയമ്മയുടെ അടുത്തേക്കാണ് അവൾ പോയത്. അമ്മേ, ഞാൻ വന്നു. അവനെ അവർ കൊണ്ടുപോയി. പക്ഷെ അവനെ തിരികെ കൊണ്ടുവരാൻ ഞാൻ ഏതറ്റം വരെയും പോകും. ഭവാനിയമ്മയുടെ മടിയിൽ തലവെച്ച് അവൾ കരഞ്ഞു. ആ അമ്മ അവളുടെ മുടിയിഴകളിൽ തലോടിക്കൊണ്ട് പറഞ്ഞു, എന്റെ മകൻ തെറ്റ് ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് മോളെ. ഈ മണ്ണ് അവന് സാക്ഷിയാണ്. നിത്യ ഗ്രാമത്തിലെ യുവാക്കളെ വിളിച്ചുകൂട്ടി. ഹരീഷ് ആ നാടിനു വേണ്ടി ചെയ്ത ത്യാഗങ്ങൾ അവൾ അവരെ ഓർമ്മിപ്പിച്ചു. പോലീസിന്റെ അന്വേഷണത്തിലെ വീഴ്ചകൾ അവൾ സ്വയം പരിശോധിക്കാൻ തുടങ്ങി. വീടിന്റെ വരാന്തയിലുണ്ടായിരുന്ന CCTV ദൃശ്യങ്ങൾ പോലീസ് കൊണ്ടുപോയിരുന്നു. എന്നാൽ കാർഷിക ആവശ്യങ്ങൾക്കായി ഹരീഷ് തന്റെ ട്രാക്ടറിൽ ഘടിപ്പിച്ചിരുന്ന ആധുനിക ക്യാമറയുടെ ബാക്കപ്പ് ഫയലുകളെ കുറിച്ച് പോലീസിനോ വിക്രമിന്റെ ഗുണ്ടകൾക്കോ അറിവില്ലായിരുന്നു. നിത്യ തന്റെ ലാപ്ടോപ്പിൽ ആ ദൃശ്യങ്ങൾ പരിശോധിച്ചു. അതിൽ പാതിരാത്രിയിൽ വിക്രമിന്റെ വക്കീലിന്റെ സഹായി ഹരീഷിന്റെ വീടിന് പിന്നിലൂടെ രഹസ്യമായി അകത്ത് കയറുന്ന ദൃശ്യം വ്യക്തമായി പതിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും നഗരത്തിൽ നിന്നും അവളുടെ ഡിറ്റക്റ്റീവിനെ വിളിയെത്തി. വിക്രമിന്റെ വക്കീൽ നൽകിയ പണത്തെ ചൊല്ലി ഗുണ്ടകൾക്കിടയിൽ തർക്കമുണ്ടായെന്നും അത് മുതലെടുത്ത് അവരിൽ ഒരാളെ കൊണ്ട് സത്യം മുഴുവൻ പോലീസിനോട് പറയിപ്പിച്ചുവെന്നും അയാൾ അറിയിച്ചു. എല്ലാ തെളിവുകളുമായി നിത്യ ജില്ലാ പോലീസ് സൂപ്രണ്ടിന്റെ ഓഫീസിലെത്തി. ഇതാ എല്ലാ തെളിവുകളും. എന്റെ ഭർത്താവിനെ നിങ്ങൾ ബോധപൂർവം കള്ളക്കേസിൽ കുടുക്കിയതാണ്. 1 മണിക്കൂറിനുള്ളിൽ അവനെ വിട്ടയച്ചില്ലെങ്കിൽ ഞാൻ ഹൈക്കോടതിയെ സമീപിക്കും. അവളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ നിയമത്തിന് തലകുനിക്കേണ്ടി വന്നു. പോലീസ് സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹരീഷ് കണ്ടത് മഴ നനഞ്ഞ് തന്നെ കാത്തു നിൽക്കുന്ന നിത്യയെയാണ്. ഗ്രാമവാസികൾ മുഴുവൻ അവിടെ തടിച്ചുകൂടിയിരുന്നു. തങ്ങളുടെ തെറ്റ് ബോധ്യപ്പെട്ട അവർ ഹരീഷിനോട് കണ്ണീരോടെ മാപ്പ് ചോദിച്ചു. നിത്യ ഓടിച്ചെന്ന് ഹരീഷിനെ കെട്ടിപ്പിടിച്ചു. കോടീശ്വരിയായ നിത്യയും ദരിദ്ര കർഷകനായ ഹരീഷും തമ്മിലുള്ള ബന്ധം വെറുമൊരു കരാറല്ലെന്ന് ലോകം മുഴുവൻ അന്ന് കണ്ടു.
എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം ഹരീഷ്. കമ്പനിയുടെ പ്രധാന ഓഫീസ് ഞാൻ ഈ ഗ്രാമത്തിലേക്ക് മാറ്റും. ഇവിടെ നമുക്ക് പുതിയൊരു സാമ്രാജ്യം പടുത്തുയർത്താം, അവൾ വിതുമ്പിക്കൊണ്ട് പറഞ്ഞു. എന്നാൽ നഗരത്തിലെ ജയിലഴിക്കുള്ളിൽ കിടന്നുകൊണ്ട് വിക്രം തന്റെ അവസാനത്തെ വിഷം ചീറ്റാൻ തയ്യാറെടുക്കുകയായിരുന്നു. നിത്യയുടെ മുത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് തയ്യാറാക്കിയ മറ്റൊരു രഹസ്യ വിൽപത്രം വിക്രമിന്റെ വക്കീൽ മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകി. നിത്യ ഒരു സാധാരണക്കാരനെയോ പാവപ്പെട്ടവനെയോ വിവാഹം കഴിച്ചാൽ കമ്പനിയുടെ 70% ഓഹരികളും ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് കൈമാറണമെന്നായിരുന്നു അതിൽ പറഞ്ഞിരുന്നത്. ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു. തന്റെ പ്രണയം കാരണം മുത്തച്ഛന്റെ സ്വപ്നമായ കമ്പനി തനിക്ക് നഷ്ടപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞ് നിത്യ തകർന്നു പോയി. വിക്രം വിജയിച്ചു ഹരീഷ്, എനിക്കെല്ലാം നഷ്ടപ്പെടുകയാണ്, അവൾ നിരാശയോടെ പറഞ്ഞു. ഹരീഷ് തികഞ്ഞ ശാന്തതയോടെ അവളുടെ അരികിലിരുന്നു. നിത്യ, നിനക്ക് എന്താണ് നഷ്ടപ്പെടുന്നത്? കുറച്ച് സിമന്റ് കെട്ടിടങ്ങളും ബാങ്ക് അക്കൗണ്ടിലെ അക്കങ്ങളും മാത്രമാണോ നിന്റെ ജീവിതം? 10 കോടിയുടെ കരാറിൽ തുടങ്ങിയ നമ്മൾ ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കൂ. നിനക്ക് പണം മാത്രമേ നഷ്ടപ്പെടുന്നുള്ളൂ, പക്ഷെ ഒരിക്കലും നഷ്ടപ്പെടാത്ത ഒരു സ്നേഹത്തെയും കുടുംബത്തെയും നിനക്ക് ലഭിച്ചില്ലേ? അപ്പോഴാണ് ഭവാനിയമ്മ പഴയൊരു മരപ്പെട്ടിയുമായി അവിടേക്ക് വന്നത്. മോളെ, ഇത് ഹരീഷിന്റെ അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് എന്നെ ഏൽപ്പിച്ചതാണ്. നിന്റെ മുത്തച്ഛനും ഹരീഷിന്റെ അച്ഛനും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ മുത്തച്ഛൻ ഈ ഗ്രാമത്തിൽ വന്നപ്പോൾ അദ്ദേഹത്തെ സഹായിച്ചത് ഞങ്ങളാണ്. ഈ പെട്ടിക്കുള്ളിൽ നിന്റെ മുത്തച്ഛൻ സ്വന്തം കൈപ്പടയിൽ എഴുതിയ ഒരു കത്തുണ്ട്. നിത്യ വിറയ്ക്കുന്ന കൈകളോടെ ആ കത്ത് തുറന്നു വായിച്ചു. അതിൽ അവളുടെ മുത്തച്ഛൻ ഇങ്ങനെ എഴുതിയിരുന്നു: എന്റെ ചെറുമകൾ നിത്യ പണത്തെക്കാൾ ഉപരി മനുഷ്യത്വത്തിന് വില നൽകുന്ന ഒരാളെ കണ്ടെത്തണം. അവൾ ഒരു സാധാരണക്കാരനെയാണ് വിവാഹം കഴിക്കുന്നതെങ്കിൽ അതിനർത്ഥം അവൾ സ്നേഹത്തിന് വില നൽകുന്നു എന്നാണ്. അങ്ങനെയെങ്കിൽ കമ്പനിയുടെ മുഴുവൻ അധികാരവും അവൾക്ക് തന്നെ നൽകണം. വിക്രം പുറത്തുവിട്ട വിൽപത്രം തിരുത്തപ്പെട്ട ഒന്നായിരുന്നു. തന്റെ മുത്തച്ഛൻ തന്നെ പരീക്ഷിക്കുകയായിരുന്നുവെന്നും ഹരീഷിനെ പോലെ ഒരു മനുഷ്യനെ കണ്ടെത്താൻ അദ്ദേഹം നേരത്തെ തന്നെ വഴിയൊരുക്കുകയായിരുന്നുവെന്നും അവൾ തിരിച്ചറിഞ്ഞിരുന്നു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അടുത്ത ദിവസം അവർ നഗരത്തിലേക്ക് തിരിച്ചു. ബോർഡ് മീറ്റിംഗിൽ നിത്യ യഥാർത്ഥ വിൽപത്രം ഹാജരാക്കി. വിക്രമിന്റെ കള്ളത്തരങ്ങൾ അക്കമിട്ട് നിരത്തി അവനെതിരെ വഞ്ചനാകുറ്റത്തിന് പുതിയ കേസുകൾ രജിസ്റ്റർ ചെയ്തു. അവൻ ജീവിതകാലം മുഴുവൻ അഴിക്കുള്ളിലായിരിക്കുമെന്ന് നിയമം ഉറപ്പാക്കി. മീറ്റിംഗിനു ശേഷം നിത്യ പ്രഖ്യാപിച്ചു, വർമ്മ ഗ്രൂപ്പ് ഇനി മുതൽ കർഷക അധിഷ്ഠിത വ്യവസായങ്ങൾ കൂടി തുടങ്ങുകയാണ്. ഇതിന്റെ പുതിയ ചീഫ് ടെക്നിക്കൽ ഓഫീസർ ഹരീഷ് ആയിരിക്കും. ഞങ്ങളുടെ ഓഫീസ് കൃഷ്ണപുരം ഗ്രാമത്തിലേക്ക് മാറ്റുന്നു. നഗരത്തിന്റെ കോലാഹലങ്ങൾ ഉപേക്ഷിച്ച് അവർ ഗ്രാമത്തിലെത്തി. ഹരീഷിന്റെ പഴയ വീട് അവർ പുതുക്കി പണിതു. അവിടെ എയർ കണ്ടീഷണറുകൾക്ക് പകരം ആലമരത്തിന് തണുപ്പുണ്ടായിരുന്നു. ഒരു സായാഹ്നത്തിൽ പാടവരമ്പത്ത് അസ്തമയ സൂര്യനെ നോക്കിയിരിക്കുമ്പോൾ നിത്യ ചോദിച്ചു, ഹരീഷ്, ആ 10 കോടിയുടെ കരാറിൽ നീ ഒപ്പിട്ടിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് എവിടെയായിരിക്കുമായിരുന്നു? അവൻ അവളെ ചേർത്ത് പിടിച്ചു. നമ്മൾ 2 അപരിചിതരായി പിരിഞ്ഞു പോകുമായിരുന്നു നിത്യ. പണം കൊണ്ട് നിനക്ക് നിന്റെ കമ്പനി കിട്ടുമായിരുന്നു, പക്ഷെ നിന്റെ ആത്മാവിനെ നിനക്ക് എന്നേക്കുമായി നഷ്ടപ്പെടുമായിരുന്നു. ആ കരാർ അവസാനിച്ചു, പക്ഷെ നമ്മുടെ പ്രണയത്തിന്റെ പുതിയൊരു ഉടമ്പടി ഇവിടെ തുടങ്ങിയിരിക്കുന്നു. നിത്യ തന്റെ തല അവന്റെ തോളിലേക്ക് ചാച്ചു. നീ എന്റെ ഭർത്താവാകൂ, 10 കോടി തരാം എന്ന് തുടങ്ങിയ ആ വിചിത്രമായ ഇടപാട് സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും ഏറ്റവും മനോഹരമായ ഒരു പ്രണയകാവ്യമായി അവസാനിക്കുകയായിരുന്നു. കൃഷ്ണപുരത്തെ മണ്ണിൽ ഇപ്പോൾ വെറും നെല്ലല്ല വിളയുന്നത്, മറിച്ച് ഒരിക്കലും നശിക്കാത്ത സ്നേഹത്തിന്റെ പൊന്നാണ്. സ്നേഹത്തിന്റെ വിലയേറിയാത്ത ഈ ലോകത്ത് പണം കൊണ്ടെല്ലാം നേടാമെന്ന മനുഷ്യന്റെ അഹങ്കാരത്തിന് കാലം കാത്തുവെച്ച മറുപടിയാണ് ഈ കഥ. നഗരത്തിന്റെ ഉയരങ്ങളിൽ ശീതീകരിച്ച ചില്ലുമേടകളിൽ ഇരുന്ന് മനുഷ്യന്റെ വികാരങ്ങൾക്ക് വിലയിടുമ്പോൾ നമ്മൾ പലപ്പോഴും മറന്നുപോകുന്നത് നമ്മെ ഊട്ടി വളർത്തുന്ന മണ്ണിന്റെ ഗന്ധത്തെയും നിഷ്കളങ്കമായ മനുഷ്യത്വത്തെയുമാണ്. 10 കോടി രൂപയുടെ ഒരു കടലാസ് ഉടമ്പടിയിലൂടെ ഒരു മനുഷ്യന്റെ ജീവിതം വിലയ്ക്ക് വാങ്ങാമെന്ന് കരുതിയ നിത്യക്ക് യഥാർത്ഥ സുരക്ഷിതത്വം എന്താണെന്ന് മനസ്സിലാക്കി കൊടുത്തത് ഗ്രാമത്തിലെ ആ കർഷകനാണ്. ബാങ്ക് അക്കൗണ്ടുകളിലെ അക്കങ്ങൾക്കോ കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്കോ ഒരു മനുഷ്യന്റെ ആത്മാഭിമാനത്തെയും ധീരതയെയും വിലയ്ക്ക് വാങ്ങാൻ കഴിയില്ല. ജീവിതത്തിൽ പ്രതിസന്ധികൾ കൊടുങ്കാറ്റായി വീശിയടിക്കുമ്പോൾ സമ്പത്ത് കൊണ്ടുണ്ടാക്കിയ കോട്ടകൾ വെറും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴാം. എന്നാൽ പരസ്പര വിശ്വാസത്തിലും നിസ്വാർത്ഥമായ സ്നേഹത്തിലും പടുത്തുയർത്തിയ ബന്ധങ്ങൾ ഏത് അഗ്നിപരീക്ഷകളെയും അതിജീവിക്കും. സ്വാർത്ഥതയുടെയും ചതിയുടെയും യാന്ത്രിക ലോകത്തു നിന്നും നന്മയുടെ വിത്തുകൾ പാകുന്ന ഗ്രാമത്തിന്റെ വിശുദ്ധിയിലേക്കുള്ള ഒരു പെൺകുട്ടിയുടെ യാത്ര നമ്മോട് വിളിച്ചു പറയുന്നത് ഒന്നു മാത്രമാണ്: സ്വന്തം അധ്വാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും വാർത്തെടുക്കുന്ന ജീവിതത്തെക്കാൾ വലിയൊരു സമ്പത്തും ഈ ഭൂമിയിലില്ല. സ്നേഹത്തിനും സത്യത്തിനും മുന്നിൽ പണത്തിന്റെ അഹങ്കാരം എക്കാലവും തലകുനിക്കുക തന്നെ ചെയ്യും. യഥാർത്ഥ സമ്പത്ത് കിടക്കുന്നത് നമ്മുടെ ബാങ്ക് ലോക്കറുകളിലല്ല, മറിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമ്മെ ചേർത്ത് പിടിക്കാൻ കാത്തു നിൽക്കുന്ന നമ്മൾ സ്വന്തമാക്കുന്ന ചില ഹൃദയങ്ങളിലാണെന്ന വലിയ പാഠമാണ് ഈ കഥ ബാക്കി വെക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ കഥ നിങ്ങളുടെ ഹൃദയത്തെ സ്പർശിച്ചുവെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്ക് തരാൻ മറക്കരുത്.
നിങ്ങളുടെ വിലയേറെ കമന്റ് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടാതെ വീഡിയോക്ക് ഹൈപ്പും കൂടെ തന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു കഥയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ നന്ദി മാത്രം.